ഹലോ, നമസ്കാരം. ഭൂമിയെ കൂടാതെ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ അല്ലെങ്കിൽ ഏലിയൻസ് ഉണ്ടോ എന്നുള്ള ഒരു തിയറി വളരെ രസകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പല സിനിമകളും കാര്യങ്ങളുമൊക്കെ ഇതിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്. E.T. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ. E.T.യിലെ ഒരു സീൻ അഞ്ജലി എന്ന മണിരത്നം സിനിമയിലെ ഒരു ഗാനരംഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫ്രണ്ട് സർക്കിളിലെല്ലാം സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഏലിയൻസുമായി മനുഷ്യരാശി ബന്ധം സ്ഥാപിച്ചാൽ എങ്ങനെയിരിക്കും, സംഭവം അടിപൊളിയായിരിക്കും എന്ന് തോന്നിയിട്ടില്ലേ? ഒരുപക്ഷെ ഏലിയൻസ് ഉണ്ടായിരിക്കാം. നമ്മുടെ അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ സ്റ്റീവൻ ഹോക്കിങ്സ് വരെ അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രമുഖ ബിസിനസ്സുകാരനായ ഇലോൺ മസ്ക് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാൾ സാഗൻ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളും സിനിമകളും ഏലിയൻ എന്ന തിയറിയെക്കുറിച്ചുണ്ട്. ഈ അടുത്ത് നാസ വിക്ഷേപിച്ച ജെയിംസ് വെബ് ടെലസ്കോപ്പ് ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. പ്രോക്സിമ ബി എന്ന എക്സോ പ്ലാനറ്റിൽ ഭൂമിയിൽ നിന്ന് 4 പ്രകാശവർഷം അകലെയുള്ള പ്രോക്സിമ ബിയിൽ സിറ്റി ലൈറ്റ്, അതായത് നമ്മുടെ നഗരങ്ങൾക്ക് മുകളിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ഫോട്ടോ എടുത്താൽ എങ്ങനെയുണ്ടായിരിക്കാം അതുപോലെ ഉള്ള ലൈറ്റ് അവിടെ കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള ഒരു ഫോട്ടോയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള വീഡിയോസും വെബ്സൈറ്റുകളും നെറ്റിൽ ഇഷ്ടം പോലെ ഈയിടെയായി ലഭ്യമാണ്. ഇനിയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് എന്താണ് ആ പ്രതിഭാസം? ഒരുപക്ഷെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ മറ്റ് കവര് എന്നൊക്കെ പറയുന്ന പോലെ കവര് ഉണ്ടാവണമെങ്കിലും ജീവികൾ, ചെറിയ ജീവികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതാണ്. അതൊരു മറ്റൊരു ചർച്ചാ വിഷയമാണ്. അങ്ങനെയാണെങ്കിലും അല്ല എങ്കിലും ഇതൊക്കെ എന്തോ ആയിരിക്കൊള്ളട്ടെ, പക്ഷേ അവിടെ ഒരു ഏലിയൻ്റെ ജീവസാന്നിധ്യം ഉണ്ടെന്ന് തന്നെ കരുതുക. വെറുതെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു കുറേ ജീവിവർഗങ്ങൾ മനുഷ്യരെക്കാൾ ശക്തരായ, മനുഷ്യരെക്കാൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഏലിയൻ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിരിക്കും അല്ലേ? അവർ ഊർജം ആ പ്ലാനറ്റിൽ നിന്ന് തന്നെ വളരെ ചീപ്പായി, വളരെ ലളിതമായ രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ക്ലീൻ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജീവിവർഗം, അവിടെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വ്യവസായങ്ങളും കൃഷിയും എല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു ജീവി സമൂഹം, അവരുടെ അറിവ് നമ്മളുമായി ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിലും അതുപോലെയുള്ള നമ്മൾ ഇതെല്ലാം കടമെടുത്തുകൊണ്ട് ഭൂമിയിലെ ട്രാൻസ്പോർട്ടേഷൻ വളരെ വേഗത്തിൽ ഒരു ഏതാനും മിനിറ്റുകൾക്കോ അകം അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെത്തുക, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും, അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സുകൾ, മറ്റുകളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റുകളിലേക്കുള്ള യാത്രയൊക്കെ വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പത്തിലും ആക്കാൻ ഭൂമിയിലുള്ളവരെ സഹായിക്കുക. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിനായി അവരുടെ സഹായം, അങ്ങനെ എല്ലാ മേഖലകളിലും അവരുടെ സഹായം നേടിക്കൊണ്ട്, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ അവരിലൂടെ നേടുക, ദീർഘായുസ്സുള്ള മനുഷ്യന്മാരായി മാറുക. ഇതൊക്കെ വളരെ ആലോചിക്കാൻ വളരെ രസകരമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു ജീവിവർഗത്തിന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത തന്നെ ഒരുപക്ഷെ മാറിയേക്കാം. കാരണം എല്ലാ റിസോഴ്സും എല്ലാ ടെക്നോളജിയും നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യപ്പെടുമ്പോൾ പിന്നെ അവിടെ ശത്രുതയ്ക്കൊരു പ്രാധാന്യം ഇല്ലാതെ വരികയാണ്. പിന്നെയുള്ളത് മതങ്ങളുടെ കാര്യമാണ്. മതങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം എന്ത് പറയും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഫിലോസഫി, എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ,
അതിനൊരു ഉത്തരം, അവരുടേതായ രീതിയിലുള്ളൊരു ഉത്തരം. ഒരുപക്ഷെ ഇക്കാര്യത്തിലെല്ലാം അവർ നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് മറ്റൊരു നമ്മളോട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ സാമ്യമില്ലാത്തതോ ആയ ഒരു ആത്മീയപരമായ ഒരു കാര്യങ്ങൾ, ഒരു തത്വചിന്തകൾ അവർക്ക് നമ്മൾക്ക് തരാനുണ്ടായിരിക്കാം. എന്തായാലും വളരെ രസകരമായിരിക്കും കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഒന്ന് സംസാരിക്കാം എന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏലിയൻസ് ഉണ്ടോ, അങ്ങനെ അവരുടെ ടെക്നോളജി അത്രയും വലുതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം ഈ അടുത്ത് കണ്ടതാണോ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണോ? കാരണം 4 പ്രകാശ വർഷങ്ങളാണ് ഇവിടേക്ക് എത്താൻ വേണ്ട സമയം. അപ്പോൾ ഒരുപക്ഷെ ഇത് കഴിഞ്ഞ ഒരുപക്ഷെ അവിടെ ഉണ്ടായിക്കൊള്ളണം തന്നെ ഇല്ല. ഒന്നിനും ഒരു ഉറപ്പില്ല. ഇനി ഈ പറയുന്ന ഏലിയൻസ് ആക്രമണ സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ പണിപാളും എന്നുള്ളത് വേറെ കാര്യം. പാറ്റ, ഈച്ച, മൂട്ട ഇവയെല്ലാം നമ്മൾ കൊല്ലുന്നത് പോലെ ഒറ്റയടിക്ക് മനുഷ്യരാശിയെ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് അവരിവിടം കയ്യേറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനെക്കുറിച്ചെല്ലാം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ സ്വപ്നം കാണാൻ ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നേക്ക് ഇത്രമാത്രം.